പ്രിയ ദൈവജനമേ, വചന സാക്ഷ്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരിലൂടെ സഭയെ നയിച്ചതുപോലെ ഇന്ന് ഞങ്ങളുടെ ഓരോ പ്രവൃത്തികളെയും അങ്ങയുടെ ദൈവിക ചൈതന്യത്താൽ നിയന്ത്രിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമേ. തിരുസഭയുടെ അധികാരാതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയും ഞങ്ങളുടെ ആത്മീയ ജീവിതം ക്രിസ്തുവിൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രക്തസാക്ഷികളുടെ ധീരതയോടെ ക്രിസ്തുനാമത്തിന് സാക്ഷ്യം വഹിക്കുവാനും ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ സുവിശേഷത്തിൻ്റെ അജയ്യമായ പ്രകാശം പരത്തുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. കർത്താവായ ഈശോയുടെ രണ്ടാമത്തെ വരവിനായി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനും ആ നിമിഷത്തിനായി സകല ജനതകളെയും ഒരുക്കുവാൻ ഞങ്ങളെ ശുഷ്കാന്തിയുള്ള സുവിശേഷകരാക്കി തീർക്കണമേ. ഈ വചന വായന വിചിന്തന ധ്യാനത്തിലൂടെ ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വിശ്വസ്ത ദാസരായി മാറട്ടെ. മാറാനാഥ, കർത്താവേ, വേഗം വരണമേ. ആമേൻ. പ്രിയ ദൈവജനമേ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം മുതൽ 11 വരെയുള്ള അധ്യായ ഭാഗങ്ങളിലെ പ്രധാന പ്രമേയം സുവിശേഷം യഹൂദിയയുടെ പുറത്തേക്ക് വ്യാപിക്കുന്നതിനെപ്പറ്റി സൂചിപ്പിക്കുന്നു. സഭയ്ക്കെതിരെയുള്ള പീഡനങ്ങൾക്കിടയിലും സുവിശേഷം സമാരിയയിലേക്കും പുറജാതികളിലേക്കും വ്യാപിക്കുന്നത് ഈ ഭാഗത്ത് കാണാം. പീഡിപ്പിക്കപ്പെട്ട സഭ ചിതറിക്കപ്പെട്ടപ്പോൾ വചനം കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിയ ദൈവപദ്ധതിയും പത്രോസ്ലീഹയുടെ പ്രബോധനങ്ങളും ഇതിൽ പ്രധാനമാണ്. അധ്യായം 8 നമുക്ക് വിചിന്തനം ചെയ്യാം. സഭയ്ക്കെതിരെയുള്ള പീഡനങ്ങൾക്കിടയിലും സുവിശേഷം സമാരിയയിലേക്ക് വ്യാപിക്കുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഫിലിപ്പോസ് സ്ലീഹ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ അനേകർ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നു. എത്യോപ്യക്കാരനായ ഉദ്യോഗസ്ഥന് തിരുവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നു. പീഡനങ്ങൾ സുവിശേഷ പ്രഘോഷണത്തിന് തടസ്സമല്ല, മറിച്ച് അത് പുതിയ മേഖലകളിലേക്ക് ദൈവവചനം എത്തിക്കാനുള്ള വഴിയായിട്ടാണെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. മാന്ത്രികനായ സീമോന്റെ കഥയിലൂടെ ദൈവകൃപ പണം കൊടുത്ത് വാങ്ങാനാവില്ലെന്നും ഹൃദയശുദ്ധിയാണ് പ്രധാനമെന്നും നാം തിരിച്ചറിയുന്നു. ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടലുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് വഴികാട്ടുന്നതെന്ന് ഈ സുവിശേഷ ഭാഗം വ്യക്തമാക്കുന്നു. സഭയുടെ വളർച്ചയിൽ പരിശുദ്ധാത്മാവിന്റെ അദൃശ്യമായ കരങ്ങൾ എപ്പോഴും കൂടെയുണ്ട് എന്ന വലിയ സത്യം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അധ്യായം 9 സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവമായ സാവൂളിന്റെ മാനസാന്തരമാണ് 9-ാം അധ്യായത്തിന്റെ കേന്ദ്രബിന്ദു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ പോയ സാവൂൾ ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ഉദ്ധിതനായ ക്രിസ്തുവിനെ ദർശിക്കുകയും അവന്റെ ജീവിതം പാടെ മാറുകയും ചെയ്യുന്നു. സാവൂളെ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു എന്ന ചോദ്യത്തിലൂടെ സഭയും ക്രിസ്തുവും ഒന്നാണ് എന്ന രഹസ്യം വെളിവാകുന്നു. അന്ധനായി മാറിയ സാവൂളിനെ അനന്യാസ് വഴി കർത്താവ് സുഖപ്പെടുത്തുകയും തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട പാത്രമായി മാറ്റുകയും ചെയ്യുന്നു. കൊലവിളി നടത്തിയിരുന്നവൻ ക്രിസ്തുവിനു വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായ സുവിശേഷകനായി മാറുന്നത് ദൈവകാരുണ്യത്തിന്റെ വലിയ അടയാളമാണ്. പത്രോസ്ലീഹ തബീത്തയെ ഉയർപ്പിക്കുന്ന അത്ഭുതത്തിലൂടെ കർത്താവിന്റെ അധികാരം ശിഷ്യന്മാരിലൂടെ തുടരുന്നതായും നാം കാണുന്നു. എത്ര വലിയ പാപിയെയും വിശുദ്ധനാക്കാൻ ദൈവത്തിന് സാധിക്കും എന്ന പ്രത്യാശ ഈ അധ്യായ ഭാഗം നമുക്ക് നൽകുന്നുണ്ട്. അധ്യായം 10 പുറജാതിക്കാരനായ കൊർണേലിയൂസിന്റെ മാനസാന്തരത്തിലൂടെ സുവിശേഷം സകല മനുഷ്യർക്കും ഉള്ളതാണെന്ന് പത്രോസ്ലീഹ തിരിച്ചറിയുന്നതാണ് 10-ാം അധ്യായത്തിന്റെ പ്രമേയം. ദൈവം പക്ഷപാതമുള്ളവനല്ലെന്നും തന്നെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെയും അവിടുന്ന് സ്വീകരിക്കുമെന്നും പത്രോസ് പ്രഖ്യാപിക്കുന്നുണ്ട്. ദർശനത്തിലൂടെ ദൈവം പത്രോസിന്റെ മുൻവിധികളെ മാറ്റുകയും അശുദ്ധമെന്ന് കരുതിയിരുന്നവയെ വിശദീകരിക്കുകയും ചെയ്യുന്നു. കൊർണേലിയൂസിന്റെ ഭവനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവിടെയുള്ള എല്ലാവരുടെയും മേൽ വസിക്കുന്നത് വലിയൊരു വിപ്ലവവുമായിരുന്നു. ജ്ഞാനസ്നാന വഴി പുറജാതികളും ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഭാഗമായി മാറുന്ന ചരിത്ര നിമിഷമാണിത്. ദൈവത്തിന്റെ സ്നേഹം അതിർ വരമ്പുകളില്ലാത്തതാണെന്നും അത് സകലരിലേക്കും ഒഴുകണമെന്നും ഈ അധ്യായ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. സഭയുടെ കത്തോലിക്ക അഥവാ സാർവത്രിക സ്വഭാവം ഇവിടെയാണ് പൂർണ്ണമായി വെളിപ്പെട്ടു തുടങ്ങുന്നത്. ഇനി അധ്യായം 11.
അന്യജാതിക്കാർ സുവിശേഷം സ്വീകരിച്ചതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾ പത്രോസ്ലിയ ജെറുസലേമിലെ സഭയെ ബോധ്യപ്പെടുത്തുന്നതാണെന്ന് 11-ാം അധ്യായത്തിൽ നാം കാണുന്നു. ദൈവം നൽകിയ പരിശുദ്ധാത്മാവിനെ തടയാൻ താൻ ആരാണെന്ന പത്രോസിന്റെ ചോദ്യം സഭയുടെ ഐക്യത്തെ ഉറപ്പിക്കുന്നു. അന്ത്യോക്യയിലെ വിശ്വാസികൾ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് ഈ അധ്യായത്തിലെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ബർന്നബാസും സാവുളും ചേർന്ന് അന്ത്യോക്യയിൽ സഭയെ വിശ്വാസത്തിൽ വളർത്തുകയും ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കായി സഹായം എത്തിക്കുകയും ചെയ്യുന്നു. സഭയുടെ കൂട്ടായ്മയെയും പരസ്പര സ്നേഹവും എപ്രകാരമായിരിക്കണം എന്ന് ഈ അധ്യായം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തലിന് വിധേയപ്പെടുന്ന ഒരു സഭയ്ക്ക് മാത്രമേ ലോകത്തെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ കഴിയൂ എന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതം പിതാവായ ദൈവത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്താനായിരുന്നു. അപ്പസ്തോലന്മാരിലൂടെ ആ ദൗത്യം തുടരുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലൂടെയും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നാം ഓരോരുത്തരും, നിങ്ങളും ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ സ്നേഹത്തിൽ പങ്കുചേരുന്ന നാം മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം എത്തിക്കാൻ കടപ്പെട്ടവരാണ്. കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി ഒരുങ്ങുന്ന നമ്മൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും സദാ ജാഗരൂകരായിരിക്കണം. ആ ശുദ്ധീകരണ യാത്രയിൽ നിങ്ങളും ഞാനും ഒരേ ലക്ഷ്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളെ ആസ്പദമാക്കിയുള്ള ഈ വചനചിന്തകൾ ശ്രവിച്ചതിന് ശേഷം അധ്യായങ്ങൾ 8 മുതൽ 11 വരെ ശ്രദ്ധാപൂർവം വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. വചനം വായിക്കുമ്പോൾ മാത്രമേ ഈ ആത്മീയ യാത്രയുടെ ആഴം അനുഭവിച്ചറിയുവാനും അത് മനസ്സിൽ മായാതെ പതിയാനും സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിലൂടെ പ്രവർത്തിച്ച അത്ഭുതകരമായ വഴികൾ ധ്യാനിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വലിയ കരുത്തേകും. അതിനാൽ ഈ തിരുവചന ഭാഗങ്ങൾ ഭക്തിപൂർവ്വം വായിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. പാപ വഴികൾ ഉപേക്ഷിച്ച് അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിയാനും വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള കൂദാശകളിൽ സജീവമായി പങ്കുചേർന്ന് വിശുദ്ധിയിൽ ജീവിക്കാനും കർത്താവ് കൃപ നൽകട്ടെ. നന്മയുടെയും വിശുദ്ധിയുടെയും പാതയിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ദൈവം നമ്മെ കാത്തുപരിപാലിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. ആമേൻ.